നമ്മൾ ഒരുമിച്ച് കണ്ടാണ്. ഒരാഴ്ച പിന്നിട്ട് വീണ്ടും നമ്മൾ ഒരുമിച്ച് ഇന്ന് കാണണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ പ്രധാന പ്രൊഡക്റ്റായ നിയോഡൈമ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ആരോഗ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. അങ്ങനെ ഊർജ്ജ ശരീരം സജീവമാക്കാനായിട്ട് നിയോഡൈമ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഊർജ്ജ ശരീരം സജീവമാക്കാനായിട്ട് 5 പൂജാപുഷ്പങ്ങളുണ്ട്. ആ 5 പൂജാപുഷ്പങ്ങള് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് പ്രാണവായു വേണം, ജീവജലം വേണം, പോഷകാഹാരം വേണം, സൂര്യപ്രകാശം വേണം, എർത്ത് എലമെന്റ്സ് വേണം. നമ്മളെ നിയോഡൈമ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. പ്രാണവായു കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്, എർത്ത് എലമെന്റ്സ് കിട്ടുന്നുണ്ട്. 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സൂര്യപ്രകാശമാണ്. അതിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10 മണി തുടങ്ങി ഉച്ചക്ക് 3 മണി വരെയുള്ള അതിനിടക്കുള്ള ഒരു 15 മിനിറ്റ് സമയം സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് കിട്ടും. രോഗപ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും. അപ്പൊ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിന് വളരെയേറെ സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഒന്ന് പോഷകാഹാരമാണ്. ആ പോഷകാഹാരം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകങ്ങൾ വളരെ കുറവാണ്. നാവിന്റെ രുചിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട്, യൂസർ മാനുവൽ ഇല്ലാതെ ഭൂമിയിലേക്ക് വിരുന്നു വന്ന ബയോളജിക്കൽ മിഷനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്തണം, രോഗമില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കണം. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ്. ആ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് 100 വയസ്സിന് മേലെ ജീവിക്കുകയാണെങ്കിലും ആ 100 വയസ്സിന് മേലെ ആരോഗ്യത്തോട് ജീവിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് നിർഭാഗ്യവശാല് നമ്മളുടെ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലുള്ള മെമ്പേഴ്സ് ആരും തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് യൂസർ മാനുവൽ ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് വിരുന്നു വന്ന ബയോളജിക്കൽ മിഷനാണ് നാം ഓരോരുത്തരും എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഈ 5 പൂജാപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെ പോഷകാഹാരം എന്ന് പറഞ്ഞത്. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ പോഷകാഹാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ പണ്ടുള്ള ആളുകൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് പോഷകാഹാരം തന്നെ ആയിരിക്കണം എന്നത് വളരെ നിർബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി സാമ്പാറാണ്. അപ്പൊ ഇഡ്ഡലിയിൽ നിന്ന് നമുക്ക് ആ ഉഴുന്നിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, അതിലുള്ള അരിയിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ സാമ്പാർ ഒഴിക്കുമ്പോൾ സാമ്പാറിൽ നിന്ന് എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാ വൈറ്റമിൻസും എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് പോഷക സമൃദ്ധമാണ്. ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞാൽ അത് പോഷക സമൃദ്ധം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് പുട്ടും കടലയും. പുട്ടിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, കടലിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, മറ്റ് വൈറ്റമിൻസും മിനറൽസും എല്ലാം ആ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആഹാരം എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആയിരുന്നു. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു നമ്മുടെ ആഹാരം. പക്ഷെ ഇന്ന് ആ രീതിയിൽ ആരും തന്നെ നോക്കുന്നില്ല. എല്ലാവരും നാവിന്റെ രുചിയാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നില്ല. എന്താണ് പോഷകങ്ങളുടെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ശരീരം പോഷകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓരോ കോശങ്ങളും ആരോഗ്യമുള്ളതായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളും കൂടി കിട്ടണം. അതിലൊന്ന് ജീവജലമാണ്, മറ്റൊന്ന് പ്രാണവായുവാണ്, മറ്റൊന്ന് പോഷകാഹാരമാണ്. അപ്പൊ മാഗ്നറ്റിക് ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് എനർജി കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ജീവജലം കിട്ടുന്നുണ്ട്, പ്രാണവായു കിട്ടുന്നുണ്ട്. പോഷകാഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പരമാവധി പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് മാഗ്നറ്റിക് എനർജി നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകങ്ങൾ എന്താ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചിന്താ വിഷയം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ആഹാരങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കെമിക്കൽ വളങ്ങൾ ഉപയോഗിച്ച്, രാസ കീടനാശിനികൾ ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കുന്ന ആഹാരങ്ങളാണ്. അതല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. വീട്ടിൽ ജൈവ കൃഷി ചെയ്ത് ആഹാരം ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അപ്രാപ്യമായ, അസാധ്യമായ കാര്യം തന്നെ. അപ്പൊ കിട്ടുന്ന ആഹാരമാണ് നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഇന്ന് ഇത്രയും പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിൽ നമ്മുടെ നാട്ടിൽ വരാനും ഇന്ന് ഓരോ വ്യക്തികളും ആരോഗ്യ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാനും ഉള്ള കാരണം അതിലൊന്ന് തന്നെയാണ്. അപ്പൊ നമ്മളുടെ കോശങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പോഷകങ്ങളും കൂടിയാണ്. നമുക്കറിയാം, നമ്മളെ ഓരോ കോശങ്ങളും ആരോഗ്യമുള്ളതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ടിഷ്യൂസ് ആരോഗ്യമുള്ളതായിട്ട് മാറും, ഓർഗൻ പാർട്സ് ആരോഗ്യമുള്ളതായിട്ട് മാറും, 11 വ്യവസ്ഥകൾ ആരോഗ്യമുള്ളതായിട്ട് മാറും, നമ്മളെ ശരീരം മൊത്തത്തിൽ ആരോഗ്യമുള്ളതായിട്ട് മാറും. അപ്പൊ ആഹാരത്തിന്, പോഷകാഹാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ ഓരോ മെമ്പേഴ്സും പോഷകാഹാരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി വരുന്നില്ല. ഇന്നത്തെ ആധുനിക തലമുറ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വരുന്നില്ല.
അപ്പൊ കോശങ്ങൾ ആരോഗ്യമുള്ളതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ പോഷകങ്ങൾ ഇല്ലാതെ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി സാറ് പോഷകാഹാരവും കൂടി നമുക്ക് നമ്മളുടെ കൈകളിലേക്ക് തന്നിട്ടുള്ളത്. അപ്പൊ മോർ പവർ എന്ന് പറയുന്ന ഒരു പോഷകാഹാരം അദ്ദേഹം കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മളുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നമ്മളെ ഫീൽഡ് സ്റ്റാഫ് ഏറ്റെടുത്ത് അത് ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു പ്രചരണം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ട്രെൻഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ മോർ പവർ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല, അത്രയും ഡിമാൻഡായിരുന്നു. ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് വിറ്റഴിഞ്ഞ് കമ്പനിയുടെ അറിയിപ്പുണ്ടായിരുന്നു, അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് മോർ പവർ നിങ്ങൾ റിപ്പോസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള കമ്പനിയുടെ അറിയിപ്പ് പോലും ഉണ്ടായിരുന്നു. അപ്പൊ കമ്പനികളുടെ കടക്കൂട്ടുകളിൽ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വർക്കായിരുന്നു മോർ പവറിന് ഉണ്ടായിരുന്നത്. അത്രയും ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമായിട്ട് മാറി. എന്തുകൊണ്ട് മോർ പവർ അത്രയും ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമായിട്ട് മാറി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മോർ പവർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മൾ പല മെമ്പേഴ്സും കഴിച്ചിട്ടുണ്ട്. അതൊന്ന് പ്രചരിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇത് ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ഉൽപ്പന്നമാണ് മോർ പവർ. അത് ഇന്ത്യയിലുള്ള അതിസമ്പന്നരായ മെമ്പേഴ്സ് മാത്രം അറിയാവുന്നതും അവർ മാത്രം വാങ്ങിക്കടിച്ചിരുന്ന ഒരു ഉൽപ്പന്നമാണ്. സാധാരണ ജനങ്ങൾക്ക് അത് അപ്രാപ്യമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അത് ഈ വൈറ്റോറിയത്തിലൂടെ ഫീൽഡ് സ്റ്റാഫിന്റെ ഇടയിൽ കിട്ടിയപ്പോഴാണ് നമ്മൾ വാങ്ങി കഴിക്കാനും അത് അതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത മെമ്പേഴ്സിലേക്ക് അത് പ്രചരിപ്പിക്കാനും നമ്മൾ തയ്യാറായത്. അപ്പോൾ വളരെ കുറച്ച് മെമ്പേഴ്സിലേക്ക് മാത്രമേ മോർ പവറിന്റെ ഗുണഗണങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ മോർ പവർ എന്ന് പറഞ്ഞാൽ ഒരു അധിക ശക്തി, നമ്മുടെ ശരീരത്തിന് അധിക ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. മോർ പവർ നമ്മുടെ ശരീരത്തിന് അധിക ശക്തി. അപ്പൊ മോർ പവർ ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബ്സിന്റെയാണ് അതിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അത് നമ്മൾ പുതുതായിട്ട് നമ്മുടെ ഒരു അറിവാണ്. ആയുർവേദം, യുനാനി, സിദ്ധ മരുന്നുകളുടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമ്മളുടെ മോർ പവർ. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചൊരു ഉൽപ്പന്നമാണ്. സാധാരണ രീതിയിൽ നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചൊരു ഉൽപ്പന്നമാണ്. ഭാരതീയ 140 കോടി ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു ഉൽപ്പന്നം. കാരണം ആയുഷ് മന്ത്രാലയം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു മന്ത്രാലയമാണ്. അവര് അത്രയേറെ ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്ത് ക്ലിനിക്കൽ പ്രൂഫ് കിട്ടിയാൽ മാത്രമേ ആ ഉൽപ്പന്നം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുള്ളൂ. അതുകൊണ്ടാണ് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു പാറ്റന്റ് ഉൽപ്പന്നവും കൂടിയാണ്. പാറ്റന്റ് ഉൽപ്പന്നമാണ്. അപ്പൊ നമ്മളുടെ മാത്രം കുത്തകയാണ്. ഇന്ന് ലോക ജനങ്ങൾക്ക്, ലോകത്തുള്ള 800 കോടി ജനങ്ങൾ ഈ മോർ പവർ ഉപയോഗിക്കണമെങ്കിൽ അത് നമ്മളുടെ ഈ ബയോടൂറിസത്തിലൂടെ മാത്രമേ ആ ഉൽപ്പന്നം, അത് ഈ ബയോടൂറിസത്തിന്റെ ഫീൽഡ് സ്റ്റാഫിലൂടെ മാത്രമേ ജനങ്ങൾക്ക് ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാനുള്ള അവസരം വേണം. മാത്രമല്ല ഇത് ക്ലിനിക്കൽ പ്രൂവ് ആണ്. സാധാരണ അലോപ്പതി മരുന്നുകളാണ് ക്ലിനിക്കൽ പ്രൂവ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത് ഈ മോർ പവർ എന്ന് പറയുന്ന ജനങ്ങൾക്ക് അത്യാവശ്യമായ ഈ ഉൽപ്പന്നം ക്ലിനിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലിവറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. ലിവറിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിലുള്ള ടോക്സിനെ മുഴുവൻ റിമൂവ് ചെയ്യുന്നത് ലിവറാണ്. അപ്പൊ ലിവറിന് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന എന്തെല്ലാം ടോക്സിൻ, പറഞ്ഞ ഒരുപാട് ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ട്, കുടിക്കുന്ന വെള്ളത്തിലുണ്ട്, കഴിക്കുന്ന ആഹാരത്തിലുണ്ട്, കഴിക്കുന്ന മരുന്നിലുണ്ട്. അങ്ങനെ ഒരുപാട് രാസമാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ സെല്ലുകൾ ഊർജം ഉത്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു രാസമാലിന്യം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാസമാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ രാസമാലിന്യങ്ങളെല്ലാം തന്നെ ശരീരം പുറന്തള്ളി കളയാനായിട്ട് നമ്മളുടെ ലിവറിന് ആരോഗ്യം വേണം. ആ ലിവറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രക്തം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കിഡ്നി ആരോഗ്യമുള്ളതായിട്ട് മാറണം. അപ്പൊ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് മോർ പവർ സാധിക്കുന്നുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യം, മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ തലച്ചോറാണ് അവൻ ഈ രീതിയിലാക്കി മാറ്റിയത്. ഒരു കുരങ്ങാണെങ്കിലും ഒരു ആനയാണെങ്കിലും പരിണാമം സംഭവിച്ചിട്ട് അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ ഈ ഭൂമിയെ മാറ്റിമറിച്ച് അത് ഈ ഭൂമിയിലുള്ള ഏതാനും ചില വ്യക്തികളുടെ ചിന്തകളാണ്, അവരുടെ തലച്ചോറിന്റെ പവറാണ്. അപ്പൊ നമ്മളുടെ തലച്ചോറും അവരുടെ തലച്ചോറൊക്കെ ഒരേപോലെ തന്നെയാണ്. തലച്ചോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലച്ചോറിന് ഈ പ്രപഞ്ചമായിട്ട് ബന്ധമുണ്ട്. പ്രപഞ്ചത്തിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഈ തലച്ചോറുള്ളത്. പ്രപഞ്ചത്തില് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, നമ്മളുടെ തലച്ചോറിൽ കോടാനുകോടി ന്യൂറോൺസ് ഉണ്ട്. ഒരു നഗരത്തെ ചുട്ട് ചാമ്പലാക്കാനുള്ള അനുശക്തി നമ്മളുടെ തലച്ചോറിലുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും തലച്ചോറിന് ഒരുപാട് പവർ ഉണ്ട്. പക്ഷെ നമ്മൾ പലരും ആ തലച്ചോറിന്റെ പവർ മനസ്സിലാക്കാനോ അത് പ്രയോജനപ്പെടുത്താനായിട്ട് തയ്യാറാകുന്നില്ല. തലക്ക് മുകളിൽ, കഴുത്തിന് മുകളിലുള്ള ഭാഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നതും സമ്പന്നരായിട്ട് മാറുന്നതും സമൂഹത്തിലെ ഉന്നതന്മാരായിട്ട് മാറുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യം തലക്ക് മുകളിലുണ്ട്.
അപ്പൊ ആ തലച്ചോറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സെക്സൽ പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്സൽ പവർ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സെക്സൽ പവർ തന്നെയാണ്. ആ സെക്സൽ പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ തലച്ചോറിന് സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് സാധിക്കുന്നത്? നമ്മളെ ഈ മോർ പവറിന് സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, കൗണ്ട് വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ഒരു ഗുണപരമായ രീതിയിൽ നമ്മളെ മോർ പവർ മാറുന്നുണ്ട്. അതിന്റെ കാരണം നമ്മളെ ഫൈനൽ ടിഷ്യൂലേക്കുള്ള രക്തോട്ടം മെച്ചപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഫൈനൽ ടിഷ്യൂലേക്കുള്ള രക്തോട്ടം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതാണ് സെക്സൽ പവറായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനായിട്ട്. ഇപ്പൊ ഈ ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചും ഇന്നത്തെ മറ്റേ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോൾ ഈ ഉൽപ്പന്നം വളരെയേറെ വേഗതയിൽ വിറ്റുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കുന്നുണ്ട്. രക്തചംക്രമണ വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, ആന്തരിക വ്യവസ്ഥ, ബാഹ്യഗ്രന്ഥി വ്യവസ്ഥ, പ്രതിരോധ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥികുട വ്യവസ്ഥ, നാഡീവ്യൂഹ വ്യവസ്ഥ, മൂത്രാശയ വ്യവസ്ഥ, പുനരുത്പാദന വ്യവസ്ഥ, ശ്വാസകോശ വ്യവസ്ഥ, അങ്ങനെയുള്ള 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കാനും ആരോഗ്യമുള്ളതാക്കി മാറ്റാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. ഈ മോർ പവറിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മോർ പവറിലുള്ള ചേരുവകൾ വളരെ അപൂർവമായ 44ഓളം ഇൻഗ്രീഡിയൻസ് മോർ പവറിൽ അടങ്ങിയിട്ടുണ്ട്. അത് ജിൻസിങ് എന്ന് പറഞ്ഞാൽ അപൂർവമായ ഒരു ഔഷധ സസ്യമാണ്. അത് മനുഷ്യന്റെ എന്ന് പറഞ്ഞ ഒരു പുരുഷന്റെ ശരീരത്തിന് തുല്യമായ ഭാഗത്തോടെ ഒരു വേരാണ്. വളരെ വില പിടിപ്പുള്ള വളരെ അപൂർവമായ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ജിൻസിങ്. ആ ജിൻസിങ് എക്സ്ട്രാക്ട് നമ്മളെ മോർ പവറിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സസ്യങ്ങൾക്ക് ഈ സൗരയൂഥത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള പല ഗ്രഹങ്ങളുടെയും ശക്തിയെ ആവാഹിക്കാനുള്ള കഴിവുണ്ട്. അത് സസ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കാണെങ്കിലും സസ്യങ്ങൾക്കാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ആ ഒരു ദൈവികമായ ഒരു ശക്തി, ആ ശക്തിയെ ആകർഷിക്കാനും അത് ആവാഹിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യർക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്. അപ്പൊ ആ കഴിവിനെ ആവാഹിക്കാനുള്ള, ആ മറ്റ് ഗ്രഹങ്ങളിലെ അപൂർവമായ കഴിവുകളെ ആവാഹിക്കാനുള്ള ചില അപൂർവമായ ചെടികളുണ്ട്. ആ ചെടികളിൽ ഒന്നാണ് ജിൻസിങ്. ആ ജിൻസിങ്ങിന്റെ എക്സ്ട്രാക്ട് നമ്മൾ മോർ പവറിലുണ്ട്. അതോടൊപ്പം തന്നെ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ സൗന്ദര്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഒരു തേനീച്ച കൂട്ടിൽ പൂമ്പൊടി പോലെ കാണുന്ന ഒന്നാണ്. ഈ റോയൽ ജെല്ലിയാണ് നമ്മളുടെ റാണി ഈച്ചകളുടെ ആഹാരം. സാധാരണ ഈച്ചകൾ 150 ദിവസം വരെ ജീവിക്കുമ്പോൾ റാണി ഈച്ചകൾ 5 വർഷം വരെ ജീവിക്കുന്നു. അതിന് കാരണം അവരുടെ ആഹാരം എന്ന് പറഞ്ഞാൽ റോയൽ ജെല്ലിയാണ്. ഈ നമ്മളുടെ റാണി ഈച്ചകളുടെ ആഹാരം റോയൽ ജെല്ലിയാണ്. അപ്പൊ റോയൽ ജെല്ലിയുടെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ അപൂർവമായ ഒന്നാണ് ഈ റോയൽ ജെല്ലി. ആ റോയൽ ജെല്ലി നമ്മളുടെ മോർ പവറിൽ അടങ്ങിയിട്ടുണ്ട്. നായികരണ, ത്രിഭസ്മം, ലോഹഭസ്മം, പങ്കഭസ്മം, പിന്നെ അശ്വഗന്ധ, അങ്ങനെയുള്ള അപൂർവമായ 44ഓളം ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് ഇതിൽ നമ്മളെ മോർ പവറിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 160ഓളം ന്യൂട്രാസ്യൂട്ടിക്കലും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 160ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നിപ്പോ നമ്മളെ ഗവൺമെന്റ് തന്നെ ന്യൂട്രാസ്യൂട്ടിക്കലിൽ ഗവേഷണം നടത്താനായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഗവേഷണശാല ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മളെ അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് നമ്മളുടെ മനുഷ്യ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്ന് സർക്കാരിന് തന്നെ നേരിട്ട് അറിവുള്ളതാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ ഉപ്പിൽ അയഡിൻ ചേർക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തത്. മാത്രമല്ല ഇന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റ് അരിയിൽ പോഷകങ്ങൾ കലർത്തുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് പോഷകക്കുറവുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമായതുകൊണ്ടാണ് ഉപ്പിലും അരിയിലും മറ്റുമൊക്കെ പോഷകങ്ങൾ കലർത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചുള്ളതിന്റെ കാരണം അതാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമായ ഗുണം കിട്ടുന്നില്ല. അയഡിൻ ഉപ്പിൽ കലർത്തുന്നതോടുകൂടിയാണ് തൈറോയ്ഡ് എന്നുള്ള രോഗം രൂക്ഷമായതിന്റെ കാരണം അയഡിൻ, നാച്ചുറൽ അയഡിൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത്. പക്ഷെ വിദേശ കമ്പനി അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത്രയും അയഡിനാണ് ഉപ്പിൽ കലർത്തിയത്. അത് ഗുണത്തിന് പകരം ഒരുപാട് ദോഷങ്ങളായിട്ട് മാറി. ഇന്ന് അതിന്റെ 60% ആളുകൾക്കും തൈറോയ്ഡ് എന്നുള്ള രോഗം പിടിപെട്ട് കഴിഞ്ഞു. കാരണം അത് ഉപ്പിലെ അയഡിൻ കലർത്തിയതുകൊണ്ടാണ്. ഇനിയിപ്പോ അരിയിലും ഇതേപോലെ തന്നെ പോഷകങ്ങൾ കലർത്തുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കിവിടെ വേണ്ടത് നാച്ചുറലായാണ്, ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായ പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്. മോർ പവറിൽ 100% നാച്ചുറലായ ഔഷധ ഘടകങ്ങളാണ് ഉള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് അത് വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. 160ഓളം ന്യൂട്രാസ്യൂട്ടിക്കലി 160ഓളം വ്യത്യസ്തമായ ന്യൂട്രാസ്യൂട്ടിക്കലി നമ്മളുടെ മോർ പവർലി അടങ്ങിയിട്ടുണ്ട്. ഇത് 11ൽ പരം ശാരീരിക വ്യവസ്ഥകളെ പരിപോഷിപ്പിച്ച് നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. 400-ലധികം രോഗങ്ങളിൽ നിന്ന് ശരീരത്തിന് സംരക്ഷണം നൽകും. ഈ 400-ലധികം രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ആയുഷ് മന്ത്രാലയമാണ്. അത്രയും രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് മോർ പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങള് മനുഷ്യ ശരീരത്തിൽ 220ഓളം രോഗങ്ങളെ ഇല്ലാതാക്കാനായിട്ടുള്ള കഴിവുണ്ട്. 220ഓളം രോഗങ്ങള്. പക്ഷെ ആ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ജനങ്ങളെ സംബന്ധിച്ച് അത്ഭുതകരമായ റിസൾട്ടാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കിട്ടിയത്. അതിനോട് താരതമ്യം ചെയ്യാൻ വേറൊന്നും സാധിക്കില്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മളെ മാഗ്നറ്റോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചെങ്കിൽ മോർ പവർ ഉപയോഗിക്കുമ്പോൾ 400-ൽ പരം ശരീരത്തിലെ ഡിസോർഡർ ഓർഡർ ആക്കാനായിട്ട് സാധിക്കുന്ന അപൂർവമായ ഒരു ഔഷധ ആഹാരമാണ് നമ്മളെ മോർ പവർ. മോർ പവറിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാറ്റന്റ് ഉൽപ്പന്നമാണ്. അതോടൊപ്പം കെമിക്കൽ പ്രൂവ്ഡ് ആണ്. പിന്നെ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. 100% നാച്ചുറൽ ആണ്. NABL ലാബറട്ടറി ടെസ്റ്റ് ചെയ്താണ്. കാരണം ആ ഒരു ടെസ്റ്റ് ആണ് ഏറ്റവും വലിയൊരു ടെസ്റ്റ്. NABL ടെസ്റ്റ് ആണ് നമ്മളെ ഔഷധങ്ങളുടെ ഏറ്റവും വലിയൊരു ടെസ്റ്റ്. അപ്പൊ NABL ലാബറട്ടറി ടെസ്റ്റ് ചെയ്തതാണ്. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നമാണ്. GMP സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഔഷധ ആഹാരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് GMP സർട്ടിഫിക്കറ്റ്. ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സഹായിക്കുന്നത്. അപ്പൊ മോർ പവറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ അധികമുള്ളതിനെ ഇല്ലാതാക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ കുറേയേറെ സാധനങ്ങൾ അധികമുണ്ട്, എന്നാൽ കുറേയേറെ സാധനങ്ങൾ കുറവുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മളൊരു ലാബറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് കൂടുതലുള്ളത് എന്തൊക്കെയാണ് കുറവുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടോ അതിനെല്ലാം ഇല്ലാതാക്കാനും എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടോ അതിനെയൊക്കെ പരിഹരിക്കാനും നമ്മൾ മോർ പവറിൽ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 100% ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് ഈ കാരണങ്ങളോട് മോർ പവറിൽ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലുള്ള കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫാറ്റ് മിക്കവാറും ആളുകളുടെ ശരീരത്തിൽ കൂടുതലുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഫാറ്റ് ആണ്. അപ്പൊ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഹാനികരമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വളരെയേറെ ഹാനികരമാണ്. എപ്പോൾ വേണമെങ്കിലും ഹൃദയം നിലച്ചു പോകുന്ന രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫാറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ അധികമുള്ള ഫാറ്റിനെ ഇല്ലാതാക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോള്, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ വളരെ കൂടുതലാണ്. ഈ ഫാറ്റും കൊളസ്ട്രോളും രണ്ട് തന്നെയാണ്. അപ്പൊ ഈ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാവരുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഷുഗറാണ്. ഇത് നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിലും കൃത്രിമ ഷുഗർ കൂടുതലുണ്ട്. അത് നമ്മുടെ ശരീരത്തിനെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ കൂടുതലുള്ള ഷുഗറിനെ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള മറ്റൊന്ന് ഒരു സാൾട്ടാണ്, ഉപ്പാണ്. അറിയാതെ ഒരുപാട് ഉപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ആ അധികമുള്ള സാൾട്ടിനെ നീക്കം ചെയ്യാനായിട്ട് നമ്മളെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കെമിക്കല് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ചൂടാക്കി കുടിക്കുന്ന സമയത്ത് ആ കെമിക്കലിന് ആ രാസ സംയുക്തങ്ങൾക്ക് രാസമാറ്റം സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കെമിക്കല് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ട്, ശ്വസിക്കുന്ന വായുവിലുണ്ട്, കഴിക്കുന്ന ആഹാരത്തിലുണ്ട്, കഴിക്കുന്ന മരുന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട്. അതെല്ലാം ദോഷകരമായിട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറന്തള്ളി കളയാനായിട്ട് ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതേപോലുള്ള കെമിക്കൽ പുറന്തള്ളി കളയാനായിട്ട് മോർ പവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വളരെ കൂടുതലാണ്. കാരണം മലയാളികളായ നമ്മളുടെ എല്ലാവരുടെയും ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാല് 4 നേരം അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് പഴമക്കാർ. അവര് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് പഴഞ്ചോറ് കഴിച്ചിട്ടാണ് പോകുന്നത്. 10 മണിക്ക് കഞ്ഞിയാണ് കഴിക്കുന്നത്. ഉച്ചക്ക് വിഭവസമൃദ്ധമായിട്ട് ചോറ് ഉണ്ണുന്നുണ്ട്. അത്താഴം കിടക്കുന്ന സമയത്തും ചോറ് കഞ്ഞിയ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അന്നൊന്നും ഈ കാർബോഹൈഡ്രേറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അവര് എല്ലാം മുറിയെ പണി ചെയ്യുമായിരുന്നു. അപ്പൊ അവരുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യമായിരുന്നു. പക്ഷെ ഇന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യായാമം ചെയ്യുന്നില്ല, അതേപോലെ തന്നെ യോഗ ചെയ്യുന്നില്ല, കായികധ്വാനം ചെയ്യുന്നില്ല. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് പൊട്ടമാനം ഉണ്ടാകുന്നതും ശരീരത്തിന് ഷേപ്പ് നഷ്ടപ്പെട്ടു പോകുന്നതും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചോറ് തന്നെയാണ്. ചോറാണ് വില്ലൻ.
നമ്മളെ സംബന്ധിച്ച് ചോറ് ഉച്ചക്ക് ഒരു നേരം വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത്രയ്ക്ക് നമ്മൾ കായികത്തിന് ചെയ്യുന്നില്ല. അപ്പൊ ആ അധികമുള്ള കാർബോഹൈഡ്രേറ്റ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ കാർബോഹൈഡ്രേറ്റിനെ ഇല്ലാതാക്കാനായിട്ട് മോർ പവറിൽ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കഫീൻ. നമ്മൾ ചായ കുടിക്കുന്നുണ്ട്, കാപ്പി കുടിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ പല രീതിയിലുള്ള കോളകള്, പാനീയങ്ങള്, ഇതിലൊക്കെ കഫീൻ വളരെ കൂടുതലുണ്ട്. ഇത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കഫീനെ ഇല്ലാതാക്കാനായിട്ടും മോർ പവറിൽ സാധിക്കുന്നുണ്ട്. പിന്നെ കെമിക്കൽ കോമ്പൗണ്ട്, നമ്മൾ പല ആഹാരങ്ങളിലും ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. ആ കെമിക്കൽ കോമ്പൗണ്ടിനെ ഇല്ലാതാക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ കോമ്പൗണ്ട്. മെഡിക്കൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് മരുന്ന് കഴിക്കാത്തത്? എന്തുമാത്രം മരുന്ന് കഴിക്കുന്നത്? മരുന്ന് കഴിച്ച് രോഗികളാകുന്ന മലയാളികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകൾ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളിൽ അടിഞ്ഞു കൂടുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു മരുന്നിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മരുന്ന് കഴിച്ച് നമ്മൾ രോഗികളാകുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ടുകൾ ഇല്ലാതാക്കാനും നമ്മളെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിൽ കുറവുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് കൂടുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കൂടുതലുള്ളതിനെ ഇല്ലാതാക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത് എന്തൊക്കെയാണ്? ആ കുറവുള്ളതിനെ എങ്ങനെ പരിഹരിക്കാനായിട്ട് നമ്മളെ മോർ പവറിന് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറവാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറവായതുകൊണ്ടാണ് എല്ലാവരുടെയും മസലുകൾ തൂങ്ങുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത്, അകാല വാർദ്ധക്യം വരുന്നത്. അപ്പൊ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല. ആ പ്രോട്ടീന്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മളെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് വൈറ്റമിൻസ് നമുക്ക് വേണം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലും വൈറ്റമിൻസ് തുറപ്പുണ്ട്. നമ്മളെ രാജ്യത്ത് നിർഭാഗ്യപരം എന്ന് പറയേണ്ട വൈറ്റമിൻസ് തുറപ്പില്ല. ഇപ്പൊ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. വൈറ്റമിൻ എ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കൂടുതൽ കഴിക്കണം. പിന്നെ നമ്മളെ പല ആളുകൾക്ക് അടിക്കടി നമുക്ക് രോഗം ഉണ്ടാകുന്നുണ്ട്, പനി ഉണ്ടാകുന്നുണ്ട്, ജലദോഷം ഉണ്ടാകുന്നുണ്ട്, ശരീരവേദന ഉണ്ടാകുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും ഡോക്ടറെ കാണണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ സാഹചര്യങ്ങൾ പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രോഗപ്രതിരോധ സംവിധാനം നഷ്ടപ്പെട്ടു പോകുന്നു. ഡോക്ടറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കുറച്ച് വൈറ്റമിൻ സി ഗുളിക നമുക്ക് എഴുതി തരും. എന്നാൽ ഒരു ഡോക്ടർ നമ്മളോട് കുറച്ച് നെല്ലിക്ക കഴിക്കാനാ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ കഴിക്കാനാ കുറച്ച് മധുരനാരങ്ങ കഴിക്കാനാ പറയില്ല. ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ സി വളരെ കൂടുതലുണ്ട്. ഇനി നമ്മളെ എല്ലുകൾക്കും പല്ലുകൾക്കും കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി ഉള്ള ആഹാരം ഏതാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എള്ളിൽ വൈറ്റമിൻ ഡി കൂടുതലുണ്ട്. പക്ഷെ എള്ള് കഴിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെ ആഹാരത്തിൽ സാധാരണ രീതിയിൽ എള്ള് വരാറില്ല. അതുകൊണ്ട് നമ്മളെ എല്ലുകൾക്കും പല്ലുകൾക്കും വളരെ ആരോഗ്യം കുറയുന്നുണ്ട്. അപ്പൊ ഇതൊരു സമ്പൂർണ്ണ ആഹാരമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പൊ എല്ലാ രീതിയിലുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് സമ്പൂർണ്ണമായിട്ട് കിട്ടാനായിട്ട് മോർ പവർ മാത്രം കഴിച്ചാൽ മതി. പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 96ഓളം മിനറൽസിന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളെ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 96ഓളം മിനറൽസിനെ കണ്ടെത്തിയിട്ടുണ്ട്. 110 മിനറൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ പല മിനറൽസിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അത്രയും മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മിനറൽസ് തന്നെയാണ്. കാരണം യൂറിനിലൂടെ, കാരണം നമ്മൾ നല്ല വെള്ളം കുടിക്കാത്തതുണ്ട്. നമ്മളിപ്പം മാഗ്നറ്റ് വാട്ടർ കുടിക്കുന്ന മെമ്പേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്ക് അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല. മാഗ്നറ്റ് വാട്ടർ കുടിക്കാത്ത മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലുള്ള മിനറൽസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിനറൽസിന്റെ കുറവ് നമ്മുടെ ശരീരത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ മിനറൽസ് സമ്പുഷ്ടമായിട്ടും നമുക്ക് മാറണം. അത് നമ്മളുടെ ആഹാരത്തിൽ ആ രീതിയിലുള്ള മിനറൽസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്കറിയാം നമ്മളെ ഭൂമിയുടെ മേൽത്തട്ടിലുള്ള മണ്ണില് പോഷകങ്ങളില്ല. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് ആ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ ഫലങ്ങൾ കഴിക്കുമ്പോൾ ആ ഫലങ്ങളിൽ പോഷകങ്ങൾ ഇല്ലാത്തതിന്റെ കാരണം ഭൂമിയുടെ മേൽത്തട്ടിലെ മണ്ണ് വളരെ മോശമായത് കൊണ്ടാണ്. അപ്പൊ ഈ പോഷകങ്ങൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാണ്ട് യാതൊരു നിവൃത്തിയില്ല. അപ്പൊ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ കുറവുള്ള മിനറൽസിന്റെ കുറവുകൾ പരിഹരിക്കാനായിട്ട് നമ്മളുടെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രിയൻസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 160ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മളെ മോർ പവറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ന്യൂട്രിയൻസിന്റെ ഒരു സമ്പുഷ്ടമാണ് മോർ പവർ. പിന്നെ അപൂരിത കൊഴുപ്പുകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ, അപൂരിത കൊഴുപ്പുകൾ, ആ കുറവുകൾ പരിഹരിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ അമിനോ ആസിഡിന്റെ കുറവുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന്റെ കുറവുകൾ പരിഹരിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ എൻസൈമുകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈമുകളിലെ കുറവുകൾ പരിഹരിക്കാനായിട്ട് നമ്മളെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. പിന്നെ ട്രാസ് എലിമെന്റ്സ് കുറവുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ കുറവുകൾ പരിഹരിക്കാനായിട്ട് നമ്മളുടെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തിലേക്ക് കൂടുതലുള്ളത് കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്ന
ഒരു അപൂർവ ഔഷധ ആഹാരമാണ് നമ്മളെ മോർ പവർ. ആ മോർ പവർ നമ്മളെ ഇന്നുള്ള നമ്മളെ സമൂഹത്തിലുള്ള 100% ജനങ്ങൾക്കും ആവശ്യമായ അത്യാവശ്യമായ ഒരു പോഷകാഹാരമാണ്. ആ പോഷകാഹാരം നമുക്ക് വിതരണം ചെയ്യാനായിട്ട് നമ്മളെ മോർ പവറിന്റെ ഫീൽഡ് സ്റ്റാഫായ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പബ്ലിക്കിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പറയുന്ന അത്രയും കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ വാട്സപ്പില് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളുണ്ട്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇതിന്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഇന്ന മെമ്പേഴ്സ് ഇത് കഴിക്കുന്നുണ്ട്, അവർക്ക് കിട്ടിയ ഗുണഫലങ്ങൾ പബ്ലിക്കിനോട് പറഞ്ഞ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്കരായ മെമ്പേഴ്സിനോളം പീനൽ ഗ്ലാൻഡില് പീനൽ രക്തയോട്ടം ക്രമീകരിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്സ്വൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും ഈ ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് തയ്യാറാവും. വാങ്ങിച്ച് ഉപയോഗിച്ച മെമ്പേഴ്സ് വീണ്ടും 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 വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് തയ്യാറാവും. എല്ലാ മെമ്പേഴ്സും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് മോർ പവർ. ഇവിടെ എല്ലാ മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്. നമുക്കറിയാം ഒരു 20-30% ആളുകൾക്ക് മാത്രമേ ഇതേപോലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാവും. ഒരു 20% മെമ്പേഴ്സ് ഈ ഉൽപ്പന്നം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു 30 കോടി ജനങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങിക്കാൻ തയ്യാറാവും. ഇവിടെ നമ്മളെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ 25 ലക്ഷത്തോളം മെമ്പേഴ്സ് വാങ്ങിച്ചപ്പോൾ 500-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ സാധ്യതകൾ എന്തുമാത്രമുണ്ടെന്ന് ആലോചിച്ചെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ജനങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ് നമ്മളെ കമ്പനി വിറ്റുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അൾട്രാബറി ഉണ്ട്. ഞാൻ അൾട്രാബറിയെ അതിന്റെ ഗുണങ്ങൾ വേറൊരു മീറ്റിംഗിൽ പറയാം. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ, ഇമിറ്റേഷൻ ഗോൾഡ് നമുക്കിത് വിറ്റഴിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. നാച്ചുറൽ സോപ്പ് ഉണ്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഉണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന്റെ സാധ്യത വളരെ വലുതാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അപ്പൊ കാർഷിക രാജ്യം എന്ന് പറയുന്നത് കെമിക്കലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ടെറർ ടെക്നോളജിയിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ടെറർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ 20 വർഷത്തെ ഗവേഷണം കൊണ്ട് കണ്ടെത്തിയതാണ്. അതും പാറ്റന്റാണ്. ഈ ലോകത്ത് ഈ ടെറർ ടെക്നോളജിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് നമ്മളെ ഈ ബയോടെറത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇത് ഉപയോഗിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം 40% അധികം ഫലങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ ഫലങ്ങളിൽ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ഔഷധങ്ങളും അതിന്റെ ഗുണമേന്മയും അതില് വളരെ നാച്ചുറലായ രീതിയിൽ അതിൽ ഗുണമേന്മ വളരെ കൂടുതലാണ്. അത് കൂടുതൽ ഭംഗിയുണ്ട്, കൂടുതൽ തൂക്കം കിട്ടുന്നുണ്ട്, കൂടുതൽ ഗുണമേന്മയുള്ള ഫലങ്ങളാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. മണ്ണിനും സസ്യത്തിനും ഫലത്തിനും എല്ലാം തന്നെ ആരോഗ്യം ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ഈ ടെറർ ടെക്നോളജിയിലുള്ള ഈ കാർഷിക അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എല്ലാം തന്നെ. അത് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് വൻ സാധ്യത. ഒരുപക്ഷെ അടുത്ത 3-4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ബയോടെറത്തിന് ടെറർ ടെക്നോളജിയിലുള്ള കാർഷിക അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങളായിരിക്കും ലോകം മുഴുവൻ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളെല്ലാം ലോകം മുഴുവൻ ഉപയോഗിക്കാൻ പോകും. അപ്പൊ അതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലിയ സാധ്യത. നമ്മളെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മോർ പവറിന്റെ സാധ്യതകളല്ല, വളരെ വലിയ സാധ്യതകളാണ്. ഇപ്പൊ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ മിക്കവാറും നമ്മളെ ടെറർ ടെക്നോളജിയിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിലേക്ക് മാറിക്കഴിഞ്ഞ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ ഭീമമായ രീതിയിലുള്ള ഒരു വിൽപ്പനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം തന്നെ അവിടുത്തെ ഫീൽഡ് സ്റ്റാഫിന് വളരെ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കാർഷിക മേഖലയിലും അത് ഒന്ന് പ്രചരിപ്പിക്കാനായിട്ട് നമ്മളോരോരുത്തരും തയ്യാറാണ്. അത് തയ്യാറാകേണ്ട കാരണം അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ നടന്നിട്ടില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അടുത്ത ദിവസം നമുക്കൊന്ന് വിശദീകരിക്കാനായിട്ട് തയ്യാറാണ്. പിന്നെ പ്ലാന്റ് ബേസ്ഡ് ഒരു സപ്ലിമെന്റ് വരുന്നുണ്ട്. ഈ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് 100% റിസൾട്ട് ആണ് നമ്മുടെ സാഗർ സാർ അവകാശപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചും നമുക്ക് അത് വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഈ പ്ലാന്റ് ബേസ്ഡ് അത് ഒരു പുതിയ ടെക്നോളജിയിലാണ് അത് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, ഷൂ ഉണ്ട്. ഈ ഷൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നെഗറ്റീവ് പോസിറ്റീവ് മാഗ്നറ്റുകൾ ഈ ഷൂവിൽ പതിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ കാൽപാദം മണ്ണിൽ ചവിട്ടുന്നതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം മാഗ്നറ്റിക് പവർ തരുന്നുണ്ട്. ആ നെഗറ്റീവ് പോസിറ്റീവ് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ കാലിന്റെ ഉള്ളിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ മർമ്മങ്ങൾ ഉള്ളത്. ആ മർമ്മങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാഗ്നറ്റിക് എനർജി കിട്ടുന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ഷൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾ എല്ലാവരും തന്നെ ആ ഷൂവിലേക്ക് മാറാൻ തയ്യാറാവും. കാരണം ഷൂ നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം മാത്രമല്ല നൽകുന്നത്, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യം കൂടി നൽകുന്നുണ്ട്. അപ്പൊ ആ ഷൂവിന് എന്ന് പറഞ്ഞാൽ വൻ സാധ്യതയുണ്ട്. FMCG പ്രൊഡക്റ്റ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബോഡി ലോഷൻ,
പിന്നെ ഷവർ ജെല്ലി, ടൂത്ത് പേസ്റ്റ്, പിന്നെ ഈ ബയോഷീറ്റ് വളരെയേറെ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ്. കാരണം അത് പെൺകുട്ടികൾ അവരുടെ മന്ത്ലി പീരീഡിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ഇപ്പൊ സാധാരണ രീതിയിൽ ഇന്ന് ഉപയോഗിക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ആഗോളമായിട്ട് ഒരു മാഫിയ നമ്മളെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കുറെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇതൊക്കെ ഒരു സത്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കിട്ടുന്ന പാഡില് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സ്ത്രീകൾക്ക് അണ്ടാശയ സംബന്ധമായ, യോനി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് ഉപയോഗിക്കുന്ന ഈ പാഡാണ്. പക്ഷെ അതിനൊരു മറുവശമില്ല. പക്ഷെ നമ്മളുടെ ഈ ബയോഷീറ്റ് എന്ന് പറയുന്ന ഒരു പാഡ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ജനങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു പാഡിലേക്ക് മാറും. അതിന്റെ സാധ്യത വളരെ വലുതാണ്. കാരണം അത് ആവർത്തിച്ചുള്ള ഒരു വിൽപ്പന നമുക്ക് കിട്ടും. ഒരു പെൺകുട്ടി അത് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവനും ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കും. അതേപോലെ തന്നെ അവരുടെ സർക്കിളിലുള്ള മാക്സിമം പേഴ്സണോട് ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് റെക്കമെൻഡ് ചെയ്യാനും തയ്യാറാവും. അപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ കാരണം നമ്മളുടെ കമ്പനിക്കും നമ്മളെ ഉൽപ്പന്നങ്ങൾക്കുള്ള സാധ്യത വളരെ വലുതാണ്. എല്ലാം പാറ്റന്റ് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മളിലൂടെ മാത്രമേ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിറ്റഴിക്കാൻ സാധിക്കുള്ളൂ. മിക്കവാറും ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കെമിക്കൽ പ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞാല് വൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ്. പിന്നെ ട്രാവൽ ബാഗ് ഉണ്ട്, വാച്ച് ഉണ്ട്, ആട്ട ഉണ്ട്. ആട്ട എന്ന് പറഞ്ഞാൽ ചക്കിലാട്ടിയ ആട്ട വരെ നമ്മളുടെ കമ്പനിയിലൂടെ വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ പാചക എണ്ണ. ഇന്ന് പാചക എണ്ണ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തന്നെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ ആണെങ്കിലും പാം ഓയിൽ ആണെങ്കിലും സൺഫ്ലവർ എണ്ണ ആണെങ്കിലും ഇപ്പൊ ഈ വർക്ക്ഷോപ്പുകളിൽ നിന്ന് കൊണ്ടുപോകുന്ന കരി ഓയിൽ ഉണ്ടല്ലോ, ആ കരി ഓയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വെളിച്ചെണ്ണയായിട്ടും എണ്ണയായിട്ടും പാം ഓയിലായിട്ടും കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കിയാൽ അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും ചെന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എത്ര പണം കൊടുത്താലും നല്ല പാചക എണ്ണ, പരിശുദ്ധമായ പാചക എണ്ണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നില്ല. അപ്പൊ ഏറ്റവും പരിശുദ്ധമായ പാചക എണ്ണ തൊട്ടടുത്ത് തന്നെ ഈ ബയോട്ടോറിലൂടെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അനുകൂല സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് നമ്മളുടെ മൊബൈലിലുള്ള പൈസ എല്ലാം തന്നെ ആരും അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മൊബൈലിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. അത് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാവരുടെയും തന്നെ ഒരു ആവശ്യമാണ്. അതിനുള്ള സൈബർമാൻ ഉണ്ട്, EV സ്കൂട്ടർ. ഇപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാലം കഴിഞ്ഞ് ഇനിയിപ്പോ EV സ്കൂട്ടർ പോലുള്ള സ്കൂട്ടറിന്റെ ഒക്കെ കാലങ്ങളെ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ച് താമരയുടെ ഉയരം എത്രയാണ് എന്ന് ചോദിച്ചു. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ച് താമരയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യന്മാര് പല രീതിയിലുള്ള മറുപടി പറഞ്ഞു. അപ്പൊ ആരും തന്നെ ശരിയായ മറുപടി പറയാതെ വന്നപ്പോൾ ഗുരു പറഞ്ഞ് താമരയുടെ ഉയരം എന്ന് പറഞ്ഞാൽ തണ്ണിയോളം വരും. കാരണം ആ ജലത്തിന് എന്തുമാത്രം പൊക്കമുണ്ടോ അതാണ് താമരയുടെ ഉയരം. അപ്പൊ ഒരു താമരയുടെ ഉയരം എന്ന് പറഞ്ഞാൽ തണ്ണിയോളം വരും. അടുത്തതായിട്ട് ഗുരു ചോദിച്ചൊരു ചോദ്യം, മനുഷ്യന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു. മനുഷ്യന്റെ ഉയരം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം 5 അടിയാണ്, 5 ഇഞ്ച് 4 ഇഞ്ചാണ് 6 ഇഞ്ചാന്ന് പറയും. അതല്ല അതിന്റെ ഉത്തരം. മനുഷ്യന്റെ ഉയരം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതാണ് നമ്മളുടെ ഉയരം. ഇവിടെ നമ്മൾ ഓരോരുത്തരും ആരുടെ കൂടെ നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നറിയപ്പെടാൻ പോകുന്ന ഈ ബയോട്ടോറിയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക സമ്പന്ന പട്ടികയിലിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി തീവ്രമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നമ്മളും ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറും. നാളെ അഭിമാനത്തോട് നമുക്ക് പറയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള ഈ ബയോട്ടോറിയത്തിന്റെ ഫീൽഡ് സ്റ്റാഫാണ് നമ്മൾ ഒരു, അല്ലെങ്കിൽ അതിലൊരാളാണ് ഞാനെന്ന് പറയാം. അപ്പൊ നമ്മൾ ഉയരമാണ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഉയരമാണ് നമ്മളുടെ ഉയരം. ഒരു ചെറിയ പ്രസ്ഥാനത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഉയരം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? 9 മാസം കൊണ്ട് കേരളത്തിൽ കോടീശ്വരനായ മനോജ് സാർ, ഏറ്റവും തലപ്പൊക്കുള്ള ഒരു വ്യക്തി, സേവ്യർ സാർ, അതേപോലെ സുധീർ സാർ, അതോടൊപ്പം തന്നെ റാഫി സാർ, RK എന്ന് പറഞ്ഞൊരു കൊച്ചു മനുഷ്യൻ, ഒരുപാട് ഉയരമുള്ള RK എന്ന് പറഞ്ഞൊരു കൊച്ചു മനുഷ്യൻ. അങ്ങനെ കേരളത്തിലുള്ള ഒരു 11 കോടീശ്വരന്മാര്, സൗത്ത് ഇന്ത്യൻ ടീം, സിസ്റ്റം 100% ഫോളോ ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ ടീം, അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉയരമാണ് നമ്മളുടെ കമ്പനിയുടെ ഉയരം, സാഗർ ജോഷി സാറിന്റെ ഉയരം, മനോജ് സാറിന്റെ ഉയരം, സേവർ സാറിന്റെ ഉയരം, RKയുടെ ഉയരം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ വരാൻ ഭാഗ്യം കിട്ടിയത് അത് മുജ്ജന്മ സുഹൃതം എന്ന് പറയാൻ പറ്റും. നമ്മളെ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അവരോടൊപ്പം തന്നെ ഉയരം നമുക്കുണ്ടാവും.
നമ്മൾ ചെറിയ മനുഷ്യരല്ല. എല്ലാവർക്കും ഒരുപാട് കഴിവുകൾ കൊടുത്തുകൊണ്ട് ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. കഴിവില്ലാത്ത ഒരാളും ഈ ഭൂമിയിലില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും കഴിവില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഈ ഡിസോർഡർ ഉള്ള ചില മെമ്പേഴ്സിൽ നമ്മൾ കണ്ടില്ലേ, ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ കുട്ടികൾക്ക് അവർ എന്തെല്ലാം എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളത്. അവർക്ക് നന്നായിട്ട് വരക്കാൻ സാധിക്കുന്നുണ്ട്, നന്നായിട്ട് പാടാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലെ മറ്റു പലതും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കഴിവിനെ കണ്ടെത്തി ആ കഴിവിനെ വളർത്തി അതുവഴി വളരുന്ന ആളുകളാണ് ഈ ബയോടെക്നോളജിന്റെ ഫീൽഡ് സ്റ്റാഫായ നമ്മൾ ഓരോരുത്തരും. കാരണം ഇത് മാൻ പവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ മാൻ പവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് സമ്പന്നന്മാരായിട്ട് മാറുന്നത്, ഇപ്പൊ മനോജ് സാർ എങ്ങനെയാണ് സമ്പന്നനായിട്ട് മാറുന്നത്. ഈ ബയോടെക്നോളജിയിലെ ഫീൽഡ് സ്റ്റാഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേഹ മാഡത്തിനെ. ഞാൻ ഇതുവരെ നേഹ മാഡത്തിനെ കണ്ടിട്ടില്ല. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവരുടെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതാണ്ട് 60 വയസ്സിന് മേലെ പ്രായമുള്ള 2 കണ്ണില്ലാത്ത അന്ധയായ നേഹ മാഡം. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സുഹൃത്ത് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ കടം വാങ്ങി ഒരു 7,400 പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടി. അപ്പൊ അവരുടെ സർക്കിളിലോ മെമ്പേഴ്സിനും ഈ ഉൽപ്പന്നം വാങ്ങിക്കാൻ തയ്യാറായി. അത് അവരുടെ 2 ലെഗിലൂടെ 2 ഓർഗനൈസേഷനിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 2 കോടി രൂപ മേലെ വരുമാനം വാങ്ങിക്കാനായിട്ട് നേഹ മാഡത്തിന് സാധിച്ചു. അപ്പൊ 2 കണ്ണില്ലാത്ത അന്ധയായ നേഹ മാഡത്തിന് ഈ പ്രസ്ഥാനത്തിലൂടെ കോടീശ്വരി ആകാൻ സാധിച്ചെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് കഴിവുകളുണ്ട്. അത് ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ മതി. അതിനൊരു പക്ഷെ ഒരു മെന്ററിന്റെ കഴിവ് വേണ്ടി. അതിനൊരു ഉദാഹരണം ഞാൻ പറയണെങ്കിൽ, വാലിലായിരിക്കുന്ന ടെൻസിങ് ഹിമാലയത്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ച്, അപ്പൂപ്പ ഈ ഹിമാലയത്തിന്റെ കൊടുമുടിയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടാ എന്ന് ചോദിച്ചപ്പോഴ് അപ്പൂപ്പ പറഞ്ഞത്, മോനെ ഈ ഹിമാലയത്തിന്റെ കൊടുമുടിയിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, ഇന്ന് വരെ മാർഗം സാധിച്ചിട്ടില്ല. മോനായിരിക്കും ആ കൊടുമുടിയുടെ നെറുകലി പാദസ്പർശനം ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ മോനായിരിക്കും. ലോകത്തിൽ ആദ്യമായിട്ട് ഈ ഹിമാലയത്തിന്റെ നെറുകലി ചവിട്ടാൻ പോകുന്ന ഒരു വ്യക്തി മോനായിരിക്കും. മോന് അതിനുള്ള കഴിവുണ്ട്. മോൻ ജനിച്ചത് തന്നെ ഹിമാലയത്തെ കീഴടക്കാൻ വേണ്ടിയാണ് എന്ന് ആ അപ്പൻ പ്രോത്സാഹനം കൊടുത്തപ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആ ഒരു വിശ്വാസം വന്നു. അവൻ അതിനുവേണ്ടി ശ്രമിക്കാൻ ആരംഭിച്ച്. അവൻ ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ച്, ഒരുപാട് പരിക്കുകൾ പറ്റി. ഒടുവില് ഈ ടെൻസിങ് ഹിലാരി കൂടി 1953 മാർച്ച് മാസത്തില് ഈ ഹിമാലയത്തിന്റെ നെറുകയില് പല പ്രാവശ്യം അവൻ വീണപ്പോഴും ഒരുപാട് പരിക്കുകൾ പറ്റിയപ്പോഴും അവൻ ആ ശ്രമം ഉപേക്ഷിക്കാതെ അവൻ ഹിമാലയത്തിനോട് പറഞ്ഞു തരുന്നറിയാമോ, ഹിമാലയമേ നീ ഒരിക്കലും വളരില്ല, നിനക്കിനി ഒരിക്കലും വളരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ടെൻസിങ് ഒരു നാൾ ഹിമാലയത്തിനേക്കാളും കൂടുതൽ വളരും, ഞാൻ വളരും, ഒരിക്കൽ ഞാൻ നിന്നെ കീഴടക്കും. അവരുടെ ആ തലേ ദിവസം ആ യാത്രയുടെ തലേ ദിവസം ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ മനസ്സിലാക്കാനായി. ആ തലേ ദിവസം പറഞ്ഞാല് അവരുടെ കയ്യിൽ 2 ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. ഓക്സിജൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു സിലിണ്ടർ ഓക്സിജൻ തീർന്നു. അവിടെ ഓക്സിജൻ കിട്ടുന്നില്ല. ആ പൊക്കമുള്ള പ്രദേശത്ത് ഓക്സിജൻ ഇല്ല. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ട് പിറ്റേ ദിവസം മല കയറാൻ സാധിക്കുമോ ഇല്ലെന്നുള്ള സംശയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. വലിയൊരു ഹിമക്കാറ്റ് എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ് പാളികളുടെ വലിയൊരു കാറ്റാണ് അവിടെ. അതുപോലെ ഹിമക്കാറ്റിന്റെ മണ്ണിടിച്ചിരി എന്ന് പറഞ്ഞാൽ പ്രകൃതി രൂക്ഷമായിട്ട് താണ്ഡവമാടിയ ദിവസമായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തോന്നലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് അതിന്റെ ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ ചെന്നാൽ തന്നെ തിരിച്ചറിയാനുള്ള ഓക്സിജൻ അവരുടെ കയ്യിലില്ല. പക്ഷെ 2 പേരും ഒരു തീരുമാനമെടുത്ത് ജീവൻ നഷ്ടപ്പെട്ടു പോയാലും അവർക്കതിൽ പ്രശ്നമില്ല. തന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ അവരുടെ പാദസ്പർശിപ്പിക്കുമെന്നുള്ള ആ തീരുമാനം അവര് 1953 മാർച്ച് മാസത്തില് ഹിമാലയത്തിന്റെ നെറുകയിൽ ഹിലാരിക്കും ടെൻസിങ്ങിനും കാര്യം വിടാൻ സാധിച്ചെങ്കിൽ അതിനേക്കാൾ കഴിവുള്ള ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഉള്ളിലുള്ള ശക്തിയെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. മനോജ് സാറിനെ ഈ പ്രസ്ഥാനത്തിലൂടെ എങ്ങനെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് മനോജ് സാർ നമുക്ക് പറഞ്ഞു തരും. ആ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ബയോടെക്നോളജിയിലൂടെ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നതിന് വേണ്ടി മനോജ് സാറിനെ ക്ഷണിക്കുക. ജയ് ബയോടെക്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാന്യനായ ഏറ്റവും ആദരണീയനായ നമുക്ക് എപ്പോഴും വളരെ പ്രചോദനം നൽകുന്ന കുളത്തിനെ കുറിച്ചും
ഇൻഡസ്ട്രിയെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും ഒക്കെ നല്ല അറിവ് നൽകുന്ന ഒരു നല്ലൊരു ട്രെയിനറാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MPR സാർ. അദ്ദേഹം എറണാകുളം സ്വദേശിയാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കുന്നു ഞങ്ങൾ. കാരണം ഞങ്ങൾ എറണാകുളത്തുകാരാണ്. ആ സ്നേഹം ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ് ഞാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ MPR സാർ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു സാറേ, നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി സാറ് വന്നിട്ട്. സാറിന്റെ പ്രോഗ്രാം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. സാറിന് അറിയുന്നത് പോലെ ഈ മാഗ്നറ്റിക്സിനെ കുറിച്ചോ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് A to Z എന്നോട് ഒരു ലീഡർ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചു അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഈ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അപാരമായ അറിവ് നേടുക എന്നുള്ളത്. അതിൽ കൂടുതൽ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. നമ്മുടെ 4 ചുമരിനകത്തിരുന്ന് പഠിക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മളെ ജീവിതത്തിലേക്ക് വിജയിപ്പിക്കുന്നത്. ആ 4 ചുമരിനകത്ത് പഠിപ്പിക്കുന്ന ക്വാളിഫിക്കേഷൻ കിട്ടിയ ആളുകളുടെ ജീവിതം നമുക്കറിയാം. മോശം എന്നല്ല പറയുന്നത്. അവരുടെ വരുമാനത്തിനൊരു ലിമിറ്റ് ഉണ്ടാവും അല്ലേ? ഒരു വൃത്തം വരയ്ക്കും ആ വരുമാനത്തിന് ചുറ്റും. അതിൽ കൂടുതൽ ഒരിക്കലും അവർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ നമ്മള് ഉള്ള അറിവ് വെച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെ MPR സാർ എന്ത് കാര്യം കേട്ടാലും അതിന്റെ ഡീപ്പസ്റ്റ് ലെവലിൽ പോയി പഠിക്കുന്നുള്ളതാണ്. അതുപോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും MPR സാറിനെ പോലെ ആകാൻ സാധിക്കും. നിങ്ങൾ അതാണ് തീരുമാനിക്കേണ്ടത്. ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കേണ്ട അതാണ്. MPR സാറിനെ പോലെ ഞാനും ഓരോ സബ്ജക്ട് പഠിക്കും, വെറുതെ കളയുന്ന സമയം സബ്ജക്ട് പഠിക്കാൻ ഉപയോഗിക്കും എന്ന് തീരുമാനം എടുക്കണം. സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എവിടെയും പോകണ്ട, ഗൂഗിൾ മാത്രം സെർച്ച് ചെയ്താൽ മതി അല്ലെ? ഗൂഗിൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു പ്രക്രിയയാണ്. അറിവിന്റെ മുമ്പിൽ ലോകം തലകുനിക്കും. മനസ്സിലായ? അറിവിന്റെ മുമ്പിൽ ലോകം തലകുനിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ KBCയുടെ നേതൃത്വം നടക്കുന്ന ഈ പ്രോഗ്രാമിലെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ അടുത്ത 2025 ഈ പയ്യാട്ടൂരത്തിലെ കോടീശ്വരനായ നമ്മുടെ ടീമിനെ എല്ലാം നയിക്കാൻ ഹെൽപ്പുള്ള അറിവ് നൽകുന്ന നമ്മുടെ MPR സാറിന്റെ മുമ്പിൽ നമിക്കുകയാണ് ഈ ടീമിന് വേണ്ടി.